എന്നുള്ള ചോദ്യം ആദ്യത്തേത് സുന്നി വിഭാഗത്തോടാണ്. ഇത് ചോദിച്ചത് മുത്തലിബ് സാഹിബാണ്. ഒരു സദസ്സിൽ നിന്നൊരു ചോദ്യമുണ്ട്, മുത്തലിബ് എന്ന ആൾ ചോദിച്ചതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനോടല്ലാതെയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഖുർആനിൽ ഉദാഹരണം കാണിക്കാമോ? ഖുർആനിൽ അല്ലാഹുവിനോട് അല്ലാതെ പ്രാർത്ഥിക്കാനുള്ള ഇതിനുള്ള ഉദാഹരണം ഉണ്ടോ എന്നാണ് ചോദ്യം. ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അള്ളാഹുവിനോട്, അള്ളാഹു നമ്മുടെ ഖാലിഖാണ്, ഇലാഹാണ് എന്ന നിലക്ക്, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന നിലക്ക് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആനിലും ഹദീസിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇലാഹ് എന്ന നിലക്ക്, ആരാധ്യൻ എന്ന നിലക്ക് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹു ആരാധ്യനാണെന്നും അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നും പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഇലാഹുകളോട് പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഒരു നിർദ്ദേശം ഉണ്ടാവുകയില്ല, അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാവുകയുമില്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനോടല്ലാതെയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഖുർആനിൽ ഉദാഹരണം കാണിക്കാമോ? ആ ഖുർആനിൽ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഇലാഹുകളോട് പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഒരു നിർദ്ദേശം ഉണ്ടാവുകയില്ല, അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാവുകയുമില്ല. അതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനോട്, ഇലാഹ് എന്ന നിലക്ക് അള്ളാഹുവിനോട് മാത്രമേ നാം പ്രാർത്ഥിക്കാവൂ, സഹായം ചോദിക്കാവൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. അല്ലാഹു നിങ്ങളുടെ സഹായിയാണ്, റസൂൽ നിങ്ങളുടെ സഹായിയാണ്, വിശ്വാസികൾ, സത്യവിശ്വാസികൾ, സ്വാലിഹീകൾ നിങ്ങളുടെ സഹായികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഹുവ മൗലാഹു വ ജിബ്രീലു വ സ്വാലിഹുൽ മുഅ്മിനീൻ. അല്ലാഹു നിങ്ങളുടെ സഹായിയാണ്, ജിബ്രീൽ നിങ്ങളുടെ സഹായിയാണ്, മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങളായ വിശ്വാസികൾ നിങ്ങളുടെ സഹായികളാണ് എന്ന്. ആ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ കാര്യം, അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാലിഹീങ്ങളോട്, അമ്പിയാക്കളോട് നാം സഹായം ചോദിക്കുന്നു. അതിനെ പ്രാർത്ഥന എന്ന്, ഇലാഹ് എന്ന നിലക്കുള്ള പ്രാർത്ഥന എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് ആ ചോദ്യകർത്താവിനോട് വളരെ വിനയപുരസ്സരം അപേക്ഷിക്കാനുള്ളത്. അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുന്ന രീതിയിൽ, ആ രൂപത്തിൽ, ആ വിശ്വാസത്തോടുകൂടി, ഇലാഹാണെന്നുള്ള വിശ്വാസത്തോടുകൂടി മറ്റാരോടും ചോദിക്കാനോ പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ ഒന്നും പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രാർത്ഥന ഒരിക്കലും ഖുർആനിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഉദ്ധരിക്കാനും കഴിയില്ല.